ഇന്ന് നമ്മളെ ഏട്ട ദുബായി പാണ്ടിപ്പാടത്തെ പാണ്ടികൾ പോണ പോലെ എന്റെ പേരുന്ന ഒരു വണ്ടി നേരത്തെ കാലത്ത് തന്നെ പോയി നമ്മളെ ചൂണ്ടിയും പിടിച്ച് കണ്ട് നേരെ തോട്ട് ഇറങ്ങി. കാരണം എനിക്കറിയാം എന്റെ പേരക്കാരെ ഓൽക്കൊരു സ്വഭാവം മരിബ് ബാങ്ക് കൊടുക്കുമ്പോൾ ആളിറങ്ങണമെന്നുണ്ടെങ്കിൽ സുബി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ എയർപോർട്ട് പോയി കുത്തിരിക്കും. നമ്മൾ മാരിബീസ് കഴിച്ച് കണ്ട് പെരിയെന്നാണ് ഇറങ്ങി പോണോയ്ക്ക് നല്ലൊരു മുട്ടായപ്പാട് വാങ്ങി തിന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോട് എയർപോർട്ട് എത്തി. ഇവിടെയാണ് ഒരു ഭാഗത്ത് സന്തോഷം ആഹ്ലാദം മറുഭാഗത്ത് കണ്ണീര് കിനാവും കാണാൻ പറ്റുന്നത്. ഈ ചൊപ്പ മൂട് എവിടെയാ കണ്ട് പരിചയമുണ്ടല്ലോ പടച്ചോനെ നമ്മളെ അളിയന്റെ മൂടല്ലേ. അങ്ങനെ നമ്മളെത്തിയ ടൈം കറക്റ്റാ. നമ്മളെത്തലും ഏട്ടൻ വരലും ആ വരുന്ന വധൂരിയാണ് ഇന്റെ സ്വന്തം ഏട്ടൻ. ഇന്റെ പേര് തോലാണെങ്കിൽ ഓൻ വരുമ്പോ ഒരു പൂവൊക്കെ കൊടുത്ത് കണ്ട് പൊറമാണിച്ചളാവാൻ നോക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഏട്ടനെ നോക്കില്ല. ഓൻ കൊടുന്ന പെട്ടി നേരെടുത്ത് വണ്ടി കണ്ടിട്ട് ഓൻ എന്തൊക്കെ സാധനം വാങ്ങാൻ വേണ്ടി GB കയറിക്കും. നമ്മളെ പിള്ളേരെ വൈക്കണിപ്പിച്ചിട്ടില്ല. എന്നപ്പോ പുതിയൊരു ലോൺ എടുക്കേണ്ടി വരും. ഈ ഒരു വടിന്റെ ബലത്തുമല്ല ഓല് പിടിച്ച് നിൽക്കുന്നത്. ഇന്റെ മേടെ ആ ചെറുക്കനെ പിടിച്ച് കണ്ട് വല്ല പിരിവിനാണോ താത്താരെ പോലെ പുറത്തന്നെ നിൽക്കുക. ഉള്ളിൽ കയറിയപ്പോ സീനാവും. ചെറുക്കനാണെങ്കിലോ തട്ടിയാക്കണം മുട്ടിയാക്കണൊക്കെ ഉണ്ട്. മകൻ വന്ന പോലെ എല്ലാവർക്കും നിരത്തി മുട്ടായി കൊടുക്കും. ഏട്ടൻ വന്നതോടെ ഇന്റെ റൂം ജപ്തിയായി. ഇത്ര കാലം ഞാൻ കടന്നുറങ്ങിയെന്നതോ എന്റെ റൂമിൽ. ഇനി പേരന്റെ ഏതായാലും മൂലൊക്കെ ചുരുണ്ട് കൂടേണ്ടി വരും. അപ്പൊ ബാക്കി നാളെ.